ഇവിടെ ശശികുമാർ സാറ് എങ്ങനെയാണ് സാമൂഹിക മാധ്യമങ്ങൾ നമ്മുടെ യാഥാർത്ഥ്യത്തെയും ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെയും മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ ധാരാളം ആശയങ്ങൾ പറയുകയുണ്ടായി. ഞാൻ ആ ആശയങ്ങളെ മുൻനിർത്തി എന്തെങ്കിലും പറയാനല്ല മുതിരുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ, ലോകവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ രീതിയെ, നമ്മുടെ പെരുമാറ്റ രീതികളെ, സ്വഭാവഘടനയെ ഒക്കെ പല നിലയിൽ ഇതിനകം തന്നെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അതിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന എവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സാമൂഹിക മാധ്യമങ്ങൾ തരുന്ന ഒരു അനോണിമിറ്റി, അജ്ഞാതമായി നിലനിൽക്കാനുള്ള ഒരു സാധ്യത, ആശയവിനിമയങ്ങളുടെ പ്രകൃതത്തിലുണ്ടാക്കിയ മാറ്റം നമുക്കറിയാം. വലിയ തോതിലുള്ള വിദ്വേഷത്തിൻ്റെയോ തർക്കങ്ങളുടെയോ ഒക്കെ ഒരു അന്തരീക്ഷം പലപ്പോഴും അവിടെ ശക്തമാകുന്നുണ്ട്. സാറിവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഉപരിതലത്തിലുള്ള പ്രതല സ്വഭാവമുള്ള ആശയങ്ങൾ, തെന്നി നീങ്ങുന്ന ആശയങ്ങൾ, എവിടെയും വേരുറയ്ക്കാത്ത ഒരു ചിന്താ പരിസരം, ആശയ പരിസരം ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വികസിച്ചു വരുന്നുണ്ട്. ഇത് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണങ്ങളെയും വലിയ തോതിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയുടെ അതിര് വലിയ തോതിൽ മാറി. അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വലിയ തോതിൽ വ്യത്യാസപ്പെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ മാറി വന്ന ഒരു സാമൂഹ്യ സന്ദർഭം വാസ്തവത്തിൽ നമ്മുടെ ആശയവിനിമയങ്ങളുടെ മണ്ഡലത്തിലുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ പറഞ്ഞും കേട്ടും ലോകത്തെ മനസ്സിലാക്കിയതിൽ നിന്ന് അച്ചടിയിലൂടെയും വരമൊഴിയിലൂടെയും ലോകത്തെ മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്നായിട്ട് പലരും പറയുന്നൊരു കാര്യം, അതിന് കൈവന്നൊരു രേഖീയ സ്വഭാവമാണ്, ലീനിയാരിറ്റി എന്നൊക്കെ വിളിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തെ അച്ചടിച്ച ലോകം ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാറുണ്ട്. ഗുട്ടൻബർഗ് ഗാലക്സി എന്നൊക്കെ അതിനെ ചിലരൊക്കെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ചടി ഒരു സാങ്കേതിക വിദ്യ മാത്രമായിട്ടല്ല, മനുഷ്യരുടെ ലോകബോധത്തെ, മനുഷ്യരെന്ന നിലയ്ക്കുള്ള തങ്ങളുടെ തന്നെ ധാരണയെ, ലോകത്തെക്കുറിച്ചുള്ള ധാരണയെ, കാര്യകാരണ ബന്ധങ്ങളെ ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ അച്ചടി ഇടപെടുകയും ലോകം അച്ചടിക്ക് ശേഷം പുതിയ ഒന്നായിട്ട് മാറുകയും ചെയ്തു എന്ന് പൊതുവെ പറയാറുണ്ട്. ആ നിലയിലുള്ളൊരു മാറ്റത്തിൻ്റെ പുതിയ സന്ദർഭം കഴിഞ്ഞൊരു 3-4 പതിറ്റാണ്ടുകൾക്കിടയിൽ ഈ പുതിയ മാധ്യമ മണ്ഡലം സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് സാറിവിടെ പറഞ്ഞത്. ആശയങ്ങളുടെ ലോകത്തിൻ്റെ ഒരു പ്രതല സ്വഭാവം, ക്ഷണികത, ഏതെങ്കിലും ഒന്നിനോട് വളരെ കണ്ടംപ്ലേറ്റീവായി എൻഗേജ് ചെയ്യാനുള്ള പൊതുവായൊരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ അതിനുള്ള ശേഷിയില്ലായ്മ, ഇതൊക്കെ വികസിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ തന്നെ എൻ്റെ വ്യക്തിപരമായൊരനുഭവം, കൗതുകമുള്ളൊരനുഭവം പറയാം. 2 വർഷം മുമ്പ് PG ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങുന്ന ഒന്ന് കുട്ടികൾ 20 കുട്ടികൾ വന്നിട്ടുണ്ട്. ഞാനങ്ങനെ ആദ്യത്തെ ക്ലാസ്സിൽ ചെന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ കാസർഗോഡ് നിന്ന് വന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവൾ വളരെ ശ്രദ്ധാപൂർവ്വം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ആ റീൽസിലൊക്കെ വന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, റീൽസിലും വരും, ഇവിടെയും വരും. അങ്ങനെ അവൻ പല വേഷത്തിൽ വരുന്ന ബഷീർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൽ കടന്നു പോരുകയുണ്ടായി. അപ്പോൾ ഇതൊരു പുതിയ യാഥാർത്ഥ്യമാണ്. എന്താണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി, എന്താണ് നിങ്ങൾ ആരാണ് എന്നൊക്കെ നിർവചിക്കപ്പെടുന്ന പുതിയൊരു സന്ദർഭം വന്നിരിക്കുന്നു. മാർക്സ് പണ്ട് പറയുന്നൊരു രസമുള്ള ഒബ്സർവേഷൻ, ടു മെനി യൂസ്ഫുൾ തിങ്സ് ആൻഡ് ടു മെനി യൂസ്ലെസ് മെൻ എന്നാണ്. അപ്പം അതുപോലെ നമ്മളെ നിർവചിക്കുന്നതിൻ്റെ, നാമായിരിക്കുന്നതിൻ്റെ ഉള്ളടക്കം മാറി വരുന്ന ഒരു ഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഈ പുതിയ സാങ്കേതികത നമ്മളെ എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ധാരാളമായിട്ട് സാർ ഇവിടെ പറഞ്ഞു. ഞാനതിനോട് ആ നിലയിൽ ഇടപെട്ട് സംസാരിക്കാൻ മുതിരുന്നില്ല, ഏറെ സംസാരിച്ച് സമയം കളയുന്നുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ കൂട്ടായ്മയ്ക്കുള്ള ഒരു വലിയ പ്രത്യേകത, ഇത്തരത്തിലുള്ള വേണമെങ്കിൽ നിഷേധാത്മകമായ ധാരാളം സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സ്വാധീനങ്ങൾ ചെലുത്തുന്ന ഒരു സന്ദർഭത്തിലും അതിനെ വളരെ പോസിറ്റീവായി മറ്റൊരു നിലയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു മാധ്യമത്തിൻ്റെ അഭാവത്തിൽ നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുകയോ, ഇവിടെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള
കാര്യങ്ങളിലേക്കുമൊക്കെ ശ്രദ്ധ ചെലുത്തുന്ന, അതിൽ പങ്കുചേരുന്ന മനുഷ്യരായിട്ട് മാറിത്തീരുകയും ചെയ്യുന്നതിനുള്ളൊരു സാധ്യത ഇതിൻ്റെ അഭാവത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ നമുക്ക് സാമൂഹികമായ ഒരു കൂടുതൽ ചേർന്ന് നിൽക്കാനും വളരെ വിദൂരങ്ങളിലുള്ള മനുഷ്യരെ തമ്മിൽ കൂട്ടിയിണക്കാനും അവർക്കിടയിലുള്ള അകലങ്ങളെ കുറച്ചു കൊണ്ടുവരാനും നമ്മെ തന്നെ പരസ്പരം കൂടുതൽ പാരസ്പര്യത്തിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ ഉള്ളൊരു സാധ്യതയെ ഉപയോഗപ്പെടുത്തിയൊരു സന്ദർഭമാണ് ഞാറ്റുവേലയുടേത്. മറുഭാഗത്ത് ഞാനീ പറഞ്ഞതുപോലെ തമ്മിൽ കാണാത്തവരാണ് എന്നുള്ളതുകൊണ്ട് എന്തും പറയാം. തമ്മിൽ കാണാത്തവരാണ് എന്നതുകൊണ്ട് അന്യോന്യം നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കാം. തർക്കത്തെയും ശത്രുതയെയും വിദ്വേഷത്തെയും ഒക്കെ പരമാവധി വളർത്തിയെടുക്കാം. നേർക്കുനേരെ കണ്ടാൽ ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത മട്ടിൽ പരുഷമായും അങ്ങേയറ്റം പകയോടെയുമൊക്കെ സംസാരിക്കാം. ഇതൊക്കെ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെരുമാറ്റ രീതിയുമാണ്. അപ്പോൾ ഈ രണ്ടറ്റങ്ങൾക്കിടയിൽ നമുക്ക് എങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ കരുതുന്നത് അതിനകത്തൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് കൂടിയാണ്. കാരണം മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തെ ഇല്ലാതാക്കുക, പരമാവധി പക വളർത്തിയെടുക്കുക, വിദ്വേഷത്തെ പെരുപ്പിച്ചെടുക്കുക, ഓരോരുത്തരെയും അവരവരുടെ ശരിയിൽ പരമാവധി വേരുപിടിച്ച് നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതൊക്കെ ഒരു തരത്തിലൊരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു കാര്യമാണ്. കാരണം താനൊഴികെ ബാക്കി എല്ലാവരും തൻ്റെ ശത്രുക്കളാണെന്ന് കരുതുന്ന ഒരു മനോനില ഓരോ മനുഷ്യനിൽ രൂപപ്പെടുത്തിയെടുക്കുകയും അതിനുപയുക്തമാകുന്ന രീതിയിൽ ഭാഷയെ തന്നെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിയാണ് അതിനകത്തുള്ളത്. ഭാഷ അടിസ്ഥാനപരമായിട്ട് നമുക്കൊക്കെ അറിയാം, അതൊരു എഗ്രിമെൻ്റാണ്. അതിൽ മറ്റൊരാളുടെ അഭാവത്തിൽ ഭാഷ നിൽക്കില്ല. മറ്റൊരാൾ കൂടി ചേർന്ന് മാത്രം ഉണ്ടാവുന്നതാണ് ഭാഷ. ഭാഷയിലാണ് നമ്മളെ തന്നെ അറിയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി അതായിരിക്കുന്നതിൽ തന്നെ ഭാഷയുണ്ട്, ഭാഷയിൽ ഇതര മനുഷ്യരുമുണ്ട്. എങ്കിലും ആ ഭാഷയെ മറ്റുള്ളവർക്കെതിരായൊരായുധമാക്കാൻ, അതിനുള്ളൊരു ഉപകരണമാക്കാൻ വളരെ കൂടുതൽ നിർബന്ധിക്കപ്പെടുന്ന, അതിനുള്ള പ്രേരണ വല്ലാതെ വളർന്നു വരുന്ന ഒരു കാലം കൂടിയാണിത്. അത് നിയോലിബറൽ മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾ അതിലുണ്ട്, ഫാസിസ്റ്റ് രാഷ്ട്രീയമുണ്ട്, വലതുപക്ഷ യുക്തികളുണ്ട്, ഇതെല്ലാം കൂടി കലർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് മറ്റൊരു മൂല്യത്തെ, സ്നേഹത്തെ, പാരസ്പര്യത്തെ, സാഹോദര്യത്തെ, പങ്കുവയ്ക്കലുകളെ, സൗഹൃദത്തെ, അതിനുതകുന്ന അനുഭവമണ്ഡലങ്ങളെ ഒക്കെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന ഒരു വലിയ രാഷ്ട്രീയ ചോദ്യത്തിനു കൂടി ഒരുപക്ഷെ ഞാറ്റുവേല ചില പരിഹാരങ്ങളോ ചില ഇടപെടൽ രീതികളോ നിർദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാറ്റുവേലയെക്കുറിച്ച് മുമ്പ് എഴുതിയ ഒരു ചെറിയ കുറിപ്പിൽ ഞാൻ പഴയൊരു കവിതയിലൊരു വരി ഇങ്ങനെ വെറുതെ എഴുതുകയുണ്ടായി. അറിയപ്പെടാത്ത മനുഷ്യരുമായിട്ട് നീ എന്നെ സാഹോദര്യത്തിലാക്കി എന്ന് നെരൂദ പണ്ട് എഴുതുന്നുണ്ട്. വാസ്തവത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തെയും ഈ ഒരു ഈ ഒരു സൗഹൃദ സംഘത്തിൻ്റെ അഭാവത്തിൽ അന്യോന്യം അറിയാൻ കഴിയുമായിരുന്നില്ല, എനിക്കും നമ്മളിവിടെ ഇരിക്കുന്ന മിക്കവാറും പേർക്കും. അപ്പം അങ്ങനെ ഒരു സാഹോദര്യ ഭാവനയെ ഇതിൻ്റെ നിഷേധ സ്വഭാവത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ നമ്മുടെ വലിയ നേട്ടങ്ങളിലൊന്നാണ് എന്ന് ഞാൻ കരുതുന്നു. അത് ഈ സന്ദർഭത്തെ അർത്ഥപൂർണമാക്കുന്നുണ്ട്. 10 വർഷം പാഴായിപ്പോയില്ല. ഇതിനു വേണ്ടി ചെലവാക്കിയ സമയം പാഴായില്ല. അത് കൂടുതൽ സ്നേഹമുള്ള മനുഷ്യരാക്കി മാറ്റാൻ നമ്മെ സഹായിച്ചു, കൂടുതൽ സൗഹാർദ്ദത്തിലേക്ക് വരാൻ സഹായിച്ചു. ഒരു നിലയ്ക്കും തമ്മിലറിയാൻ സാധ്യതയില്ലാത്ത മനുഷ്യർക്കിടയിൽ ഇത്രയും ആത്മബന്ധങ്ങൾ രൂപപ്പെട്ടു എന്നൊക്കെ നോക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സ്നേഹം എന്ന് പറയുന്നതിനൊരു പൊളിറ്റിക്കൽ ഉള്ളടക്കമുണ്ട്. പലപ്പോഴും അതങ്ങനെ മനസ്സിലാക്കപ്പെടാറില്ല. അത് വളരെ വ്യക്തിപരമായൊരു തലത്തിലാണ് നമ്മളതിനെ മനസ്സിലാക്കുക. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നിയ ഒരാശയം, ഒരു വളരെ സാന്ദർഭികമായിട്ടൊരാൾ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, ലവ് ഈസ് ദാറ്റ് കണ്ടീഷൻ ഇൻ വിച്ച് ഹാപ്പിനെസ് ഓഫ് അനദർ പേഴ്സൺ ഈസ് എസെൻഷ്യൽ ഫോർ യുവർ ഓൺ എന്ന് പറയും. മറ്റൊരാളുടെ ആനന്ദം നിങ്ങളുടെ ആനന്ദത്തിന് അനിവാര്യമായിരിക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് സ്നേഹം എന്നത്. അതുകൊണ്ട് സ്നേഹം ഒരു കൂട്ടായ്മയിൽ വികസിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം മനുഷ്യർക്കിടയിലെ സാഹോദര്യം, പാരസ്പര്യം, സഹഭാവം ശക്തിപ്പെടുത്തുന്നു, കോംറേഡറി എന്നൊക്കെ പറയാവുന്ന ഒരു എലമെൻ്റ് അതിൽ കൂടെ രൂപപ്പെട്ടു വരുന്നു എന്നതാണ്. അങ്ങനെയൊരു തലം നമ്മുടെ പരിമിതികൾക്കെല്ലാം ഉള്ളിൽ വച്ച് വികസിപ്പിച്ചെടുക്കാൻ ഈ കൂട്ടായ്മയുടെ കഴിഞ്ഞ 10 വർഷത്തിലെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ പങ്കാളിയാകാൻ കുറേയൊക്കെ എനിക്കും കഴിഞ്ഞു. ഈ 10 വർഷത്തിനിടയിൽ 9 വർഷം ആയി ഞാനിതിൽ വന്നു പോകുന്നുണ്ട്. ആദ്യത്തെ ഒത്തുചേരലിൽ ഞാൻ വന്നിട്ടില്ല, രണ്ടാമത്തേത് മുതൽ വരുന്നുണ്ട്. അത് തന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട
സ്നേഹനിർഭരമായ കുറേ സന്ദർഭങ്ങൾ, സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അനുഭവങ്ങളൊക്കെയാണ്. അതിനെല്ലാം വളരെ സന്തോഷപൂർവ്വം ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.